ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ രാത്രികാല ചിന്തകളെക്കുറിച്ചിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കി വിട്ടേക്കുക. എപ്പോഴും പറയുന്നത് പോലെ മൈൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി വയ്ക്കുക. പോസിറ്റീവ്സിനെ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, 8 ഓഫ് കപ്സ്, കിങ് ഓഫ് വാണ്ട്സ്, ദ സൺ കാർഡ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, ദ മൂൺ കാർഡ്, 6 ഓഫ് കപ്സ്, ലവേഴ്സ് കാർഡ് ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത് ദ എംപ്രസ് കാർഡാണ്. ഓക്കെ, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് ചോയ്സസ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണിപ്പോൾ. അത് കരിയർ വൈസ് ആവാം, ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ വൈസ് ആവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ആയേക്കാം. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡിലാണിപ്പോൾ ഉള്ളത്. എന്ത് തീരുമാനം എടുക്കണം എന്നറിയാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അത് ഒരു മാറ്റം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ വരാൻ പോകുന്നു. എന്തിൻ്റെയൊക്കെയോ ഒരുപാട് നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തിൻ്റെയോ ഒരു അവസാനം വരുന്നു, പുതിയൊരു തുടക്കം വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. മേ ബി റിലേഷൻഷിപ്പിലും ആവാം. പിന്നെ 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇമോഷണലി വീക്കാക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്മാറിപ്പോകുന്നതായിട്ട്, അതായത് ഹീലാവാൻ തീരുമാനിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ഡിസിഷൻസ് എടുക്കുന്നു. പഴയ കാര്യങ്ങൾ ഓർത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് ബോധ്യമാകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് വളരെ അധികം അംബീഷൻസ് ഉള്ള, അല്ലെങ്കിൽ കരിയർ വൈസ് ആയാലും ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. സ്വന്തം പാഷനിലായാലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് ഒരു പോസിറ്റീവ്, ഒരു ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. അപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിലുള്ള നല്ല നല്ല മൊമെൻറ്റ്സിനെ കുറിച്ച് ഓർക്കുന്നു, സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൺഫ്യൂഷൻസ് അവർക്കുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ല. അതിലും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതവരുടെ പഠിത്തത്തിലാവാം, അല്ലെങ്കിൽ വർക്കിലാവാം, റിലേഷൻഷിപ്പിലാവാം. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ. ആ ഒരു തോട്ട്സും അവർ മൈൻഡിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. മൂന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭയത്തിൻ്റെ ഒരു കാർഡ്. ഒരു ഭയം അവരിലുണ്ട്. അതായത് മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് അവർ ഓവർ തിങ്ക് ചെയ്യുക. മെയിനായിട്ട് രാത്രി ഓവർ തിങ്കിങ് ഉണ്ട്, സെൽഫ് ഡൗട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്കിവിടെ ഒരു 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതൊരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്മറീസിനൊക്കെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സ്, ഇതൊക്കെ അവർ
ആലോചിക്കുന്നുണ്ട്. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഡീപ്പ് റൊമാൻറ്റിക് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അവർ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉള്ള ഡിസിഷൻസ് എടുക്കാൻ. ഇതൊക്കെ അവരുടെ മൈൻഡിലൂടെ പോകുന്ന തോട്ട്സാണ്. ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ പേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റിസ്ക്കാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അവർക്ക് ഒരുപാട് ഗോളുകളുണ്ട്, ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. സോ എന്തിനും ഒരു റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ എഫേർട്സ് ഇടാൻ അവർ തയ്യാറാണ്. എന്തിനും ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സണാണ്. സോ അതിനെക്കുറിച്ച് എന്ത് റിസ്ക് എടുക്കാം എന്നൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സണാണ്. ഓക്കെ. ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു ലവിൻ്റെയും ഗ്രോത്തിൻ്റെയൊക്കെ ഒരു കാർഡാണ്. അതായത് അവർ എന്താ പറയുക, കെയർ ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇത്രയാണ് നമ്മൾ നൈറ്റ് തോട്ട്സിൽ നോക്കിയപ്പോൾ കണ്ടത്. മെയിനായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുന്ന ഒരു ഇതിലാണ്. മുന്നോട്ടിനി എങ്ങോട്ട് പോകണം, എന്ത് തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഒരുപാട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ പാസ്റ്റിലുള്ള എന്തൊക്കെയോ ട്രോമാസ് ഉണ്ട്. സോ അതിൽ നിന്നൊക്കെ മാറണം, മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഭയവും സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ മേ ബി റിലേഷൻഷിപ്പിലായാലും ഒരു റിസ്ക് എടുക്കാനും ഒക്കെ അവർ ആലോചിക്കുന്നുണ്ട്, അവർ തയ്യാറാണ്. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ റീഡിങ്സ്. സോ നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ഹിൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ. യൂണിവേഴ്സ് എന്തെങ്കിലും ക്ലൂ തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് 11 സെപ്റ്റംബർ. എക്സ്പ്രസ് ഫീലിങ്സ് W. few days. V. seven. 1. A. July 28. F. next year. H. D. 18 October. Be honest. 15 27 16 20 December. E. healing time. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലോസ്. ബി ഹോണസ്റ്റ്, എക്സ്പ്രസ് ഫീലിങ്സ്, ദെൻ ഹീലിംഗ് ടൈം വന്നിട്ടുണ്ട്. സോ പീരിയഡ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന, എന്താ പറയുക, മെൻ്റലി ഒരുപാട് പാസ്റ്റിലെ ട്രോമാസൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ 8 of Cups. സോ അതിൽ നിന്നൊക്കെ മാറി ഹീൽ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്.
ഇതൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.